ആഹാ, എൻ്റെ കൊക്കുമോളുടെ മാസ് എൻട്രി കൊടുത്തിട്ടുള്ള ഈ ഒരു നടത്തം കണ്ടോ? ഇത് എന്നെ ആദ്യമായിട്ട് ആര്യാസിൻ്റെ പാനിപ്പൂരി കഴിപ്പിക്കാൻ പോകുന്നതിനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. എന്നോട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ചേച്ചി നല്ല അടിപൊളി പാനിപ്പൂരി കിട്ടും, നമുക്ക് എന്തായാലും പോവാന്ന്. ഈ വന്ന ദിവസമാണെങ്കിൽ ഞാൻ ഇച്ചിരി വയ്യായിക കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇവരുടെ പാനിപ്പൂരിയുടെ കഥ കേട്ടപ്പോൾ ഞാനതിൽ വീണുപോയി. എനിക്ക് പിന്നെ മടി പിടിച്ചിരിക്കുകയാണെന്ന് തോന്നിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇപ്പം എനിക്ക് ഇച്ചിരി ക്ഷീണക്കുറവുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ പോയാലോ എന്ന്. അവർ കൊടുത്ത ഹൈപ്പൊന്നും വെറുതെ ആയില്ല കേട്ടോ. നല്ല പാനിപ്പൂരി ആയിരുന്നു. ഞാനും മെർലിനും ആദ്യമായിട്ടാണ് അവിടുത്തെ പാനിപ്പൂരി കഴിക്കുന്നത്. ഇവർ രണ്ടുപേരും അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഷിബിമോനും കുക്കുമാണ് ഈ പറഞ്ഞ പോലെ എന്നെ എല്ലാ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളിലും കൊണ്ടുപോയി അടിപൊളി സാധനങ്ങളൊക്കെ കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറ്റ് എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. അത് നടക്കുന്ന പരിപാടിയില്ല. ഞങ്ങൾ മൂന്നുപേരും ഫുഡീസാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നടക്കാത്ത 1000 ഡയറ്റിംഗ് പ്ലാനുകളാണ് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളത്. ഷുഗർ കട്ടല്ലേ, എന്നാൽ പിന്നെ നമുക്കൊരു കേക്ക് കഴിച്ചാലോ എന്ന് പറയുന്നത് പോലെയാണ് ഞങ്ങളിത് ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ ഓരോ തവണ പുതിയ പുതിയ കേക്കുകളാണ് എനിക്കൊരു മേടിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ നാളെ നമ്മൾ എന്തായാലും ഡയറ്റ് തുടങ്ങുമെന്നുള്ള ഒരു മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് ഞങ്ങൾ മൂന്നുപേരും അന്നത്തെ ദിവസം അടുത്ത ഫുഡ് സ്പോട്ട് അന്വേഷിച്ചിറങ്ങി.